കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യക്കാരനെന്ന് സ്ഥിരീകരണം വരികയാണ്. ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 63 ഉയരുകയും ചെയ്തിട്ടുണ്ട്. സുരേഷ് വെള്ളിമുറ്റം ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സുരേഷ്, ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ആര്യ, ഏറ്റവും പ്രധാനം ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യക്കാരന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് അറിയാമെങ്കിൽ പോലും അത് കൃത്യമായി എംബസി സ്ഥിരീകരിച്ചിട്ടില്ല. മലയാളിയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഉള്ള ആളാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അക്കാര്യം ആശുപത്രിയിൽ നിന്നും ലഭിച്ച വിവരമാണ്. പക്ഷേ ഔദ്യോഗികമായി തന്നെ എംബസി അക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരാൾ മരിച്ചു, 63 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇതുവരെ നമ്മൾ കേട്ടിരുന്നത് ഏതാണ്ട് 56 പേർക്ക് എന്നുള്ളതായിരുന്നു. പക്ഷേ പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രികളിൽ നിന്നൊക്കെയുള്ള എല്ലാ വിവരങ്ങളും ക്രോഡീകരിച്ച് വരുമ്പോഴാണ് പരിക്കേറ്റവരുടെ എണ്ണം 63 ഉയരുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റവരിൽ ഗുരുതരമായി പരിക്കേറ്റവർ ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കമുള്ള മറ്റ് നടപടികൾക്കും വിധേയരായിട്ടുണ്ട്. ഏതായാലും 6-7 പേരുടെ നില ഗുരുതരമാണെന്ന് തന്നെയാണ് ആശുപത്രികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും അധികം പേർ ചികിത്സയിൽ കഴിയുന്നത് ഫർവാനിയ ആശുപത്രിയിലാണ്. അതേപോലെ തന്നെ രാജ്യത്തെ മറ്റെല്ലാ ആശുപത്രി, ഫർവാനിയ കഴിഞ്ഞാൽ പിന്നീട് ജാബിർ, അതോടൊപ്പം ജഹ്റ, അദാൻ, അൽസബ ആശുപത്രികളിലൊക്കെ തന്നെ പരിക്കേറ്റിട്ടുള്ള ആളുകൾ ചികിത്സയിലുണ്ട്. ഇവരിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും വലിയ ആക്രമണം, മിസൈലും സാധാരണ ഡ്രോൺ ഉപയോഗിച്ചൊരു ആക്രമണമാണെങ്കിൽ ഇത്രയ്ക്ക് വലിയ ഒരു ദുരന്തം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ മിസൈൽ കൂടി ഉപയോഗിച്ചിട്ടുള്ള ആക്രമണമാണ് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ആക്രമണത്തിന്റെ ഒരു പ്രത്യേകത, ഈ ഏതെങ്കിലും സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ആക്രമണം നടത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായിട്ടുള്ള നടന്ന ആക്രമണങ്ങൾ സിവിലിയൻ, സാധാരണക്കാരെ പോലും ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം ആളുകൾക്ക് പരിക്കേൽക്കുന്നത്, 63 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്.